ആഗ്രഹമാണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. പക്ഷേ പലർക്കും അത് സംഭവിക്കാറില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം ആ വീഡിയോയിലാണെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ ജേർണലിംഗ് ഒക്കെ വളരെയധികം എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ എഴുതി വെച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊന്നും സാക്ഷാത്കരിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ജേർണൽ റൈറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ എന്തായിക്കോട്ടെ, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണെങ്കിൽ, അങ്ങനെ ഒരു ജോബ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നല്ല ജോബ് കിട്ടണം എന്നുള്ളതായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് സക്സസ് ആവാന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് വേണ്ടുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം എഴുതുക, അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് 2 ആഗ്രഹങ്ങൾ, അതിനൊരു 3 ആഗ്രഹം മാത്രം നമ്മൾ പേപ്പറിൽ എഴുതാൻ പാടുള്ളൂ. അപ്പം നമ്മളിപ്പം എനിക്കിപ്പം യൂട്യൂബ് സക്സസ് ആവണം, അതിൻ്റെ കൂടെ എനിക്ക് പണം, ഞാനൊരു ചെയ്യുന്ന ഒരു ജോലി പോലെയാണ്, സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എനിക്കതിലൊരു എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 കാര്യം മാത്രം എഴുതാം. ഇത് എഴുതിയാൽ മാത്രം പോലെ കേട്ടോ, ഡെയിലി നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും കൂടെ വേണം. അല്ലാതെ ചുമ്മാ എഴുതി വെച്ച് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുക, എപ്പോഴെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ യൂട്യൂബ് ചാനൽ നിന്നൊക്കെ സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരെ കൊണ്ട് പറ്റാൻ എന്താ പറയുക, ലെക്കുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പറ്റൂട്ടോ, അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം പിന്നെ നമ്മൾ ദിവസവും ഈ ഒരു കാര്യം ഒന്ന് എഴുതി വെച്ചു അങ്ങ് പോയി തീർന്നു, അങ്ങനെയല്ല. നമ്മൾ ഡെയിലി അതിന് റിലേറ്റഡ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ കൊണ്ട് ഇത് പറ്റും, ഈ ലോകത്ത് ഞാൻ ജനിച്ച് എനിക്ക് ബുദ്ധിയും ശക്തിയും ഒക്കെ തന്നിട്ടുണ്ട്, നല്ല എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം, ഇങ്ങനെയൊക്കെ വെറുതെ എഴുതുക. നമ്മളുടെ ആഗ്രഹങ്ങളായിരിക്കാം, പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലും കൂടെ നമ്മൾ ഡെയിലി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയാം, നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും, നമുക്ക് പരിശ്രമിക്കാനുള്ള ഒരു നല്ല ശക്തി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.